എന്തൊക്കെയുണ്ട് മുമ്പാരി എന്തൊക്കെയുണ്ട് പരിപാടി. അപ്പോൾ നമ്മൾ സിംഗപ്പൂരിൽ എപ്പോഴും ആക്സിഡൻറ്റ്സ് കാണുന്നതല്ലേ. പക്ഷേ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ലല്ലോ സത്യം പറഞ്ഞാൽ. ഇതൊരു ചൈനീസ് കാവാണ്, നമ്മൾ നല്ല കാവൊക്കെ ഉണ്ടാവില്ല അതേപോലെ തന്നെ. പക്ഷേ ഞാൻ പറയാൻ വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടല്ലോ, സിംഗപ്പൂർ ഇഷ്ടംപോലെ ആക്സിഡൻറ്റ് നടപ്പുന്നുണ്ട്. ഇപ്പോൾ ഞാനല്ലെങ്കിൽ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്കാരെങ്കിലും ആക്സിഡൻ്റ് ആയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് വിളിക്കേണ്ടതെന്നുള്ള സംഭവങ്ങളൊന്നും വലിയ ആൾക്കാർക്കൊന്നും പിടുത്തില്ല കേട്ടോ. അപ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഉണ്ട് ഇത്. അതായത് ഫസ്റ്റ് നമ്മൾ ചെന്നിട്ട് അവർക്ക് വെള്ളം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെന്നിട്ട് അവരെടുത്ത് പൊക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. അവരെ നമ്മൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് അപകടം കുറഞ്ഞ അല്ലെങ്കിൽ വണ്ടി ഇടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരൊന്ന് എടുത്ത് നൈസായിട്ട് പുഷ് ചെയ്ത് സൈഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുക പെയിൻ എവിടെയാണെന്നുള്ളത്. നേരെ വിളിക്കുക 995. 995 ആണ് സിംഗപ്പൂരിലെ ആംബുലൻസ് എമർജൻസി സംഭവങ്ങൾക്ക് എല്ലാവരും വിളിക്കുന്ന നമ്പർ കേട്ടോ. എന്ത് എമർജൻസി ഉണ്ടോ 995 ആണ് വിളിക്കേണ്ടത് കേട്ടോ. അതാ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. പോലീസിനെ വിളിക്കണമെങ്കിൽ 999 ആണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ അവർ വരും. കൺഫേം 10 മിനിറ്റിനുള്ളിൽ സ്ഥലം പറഞ്ഞു കൊടുത്താൽ അവർ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട ആൾക്കാർ പ്രിപ്പയർ ആയിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കുക. അവർ നേരെ വരുന്നു. എമർജൻസി ആണെങ്കിൽ മാത്രമേ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുള്ളൂ. അല്ലെങ്കിൽ അവരെല്ലാം ആ ആംബുലൻസിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളിൽ തന്നെ ചെയ്ത് അവിടെ തന്നെ ഇറക്കി വിടേണ്ട സാധാരണ എല്ലാവരും ചെയ്യണത്. അപ്പോൾ ആരെന്ത് എമർജൻസി ഉണ്ടായാലും എന്ത് റോഡ് ആക്സിഡൻസ് ഉണ്ടായാലും നിങ്ങളാണ് സഹായിക്കാൻ വേണ്ടി പോകണമെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 995 വേണ്ട, നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ശരി, വേറെ വീഡിയോ കാണാം.